നമസ്കാരം. കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ഇടത് MLA PV അൻവർ. പാർട്ടിയിലുള്ള വിശ്വാസം 1000% നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞാണ് അൻവർ CPM വിലക്ക് ലംഘിച്ച് നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ചത്. തന്നെ പിണറായി വിജയൻ വഞ്ചിച്ചെന്നും അൻവർ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കില്ലെന്ന് പറഞ്ഞ അൻവർ LDF യോഗത്തിലോ പാർലമെന്ററി പാർട്ടി യോഗത്തിലോ ഇനി മുതൽ പങ്കെടുക്കില്ലെന്നും വ്യക്തമാക്കി. ലോറി കണ്ടെത്തിയില്ലെങ്കിൽ താൻ കള്ളക്കടത്തുകാരനെന്ന് മുദ്രകുത്തപ്പെട്ടേനെയെന്ന് മനാഫ്. ഷിരൂർ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ അർജുനെയും സഞ്ചരിച്ച ലോറിയെയും കണ്ടെത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലോറി ഉടമയായ മനാഫ്. തനിക്കെതിരെ നിരവധി വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പരന്നത്. ലോറിയിൽ രഹസ്യ അറ ഉണ്ടായിരുന്നു. ഈ അറയിൽ ചന്ദനത്തടികളും ലഹരി വസ്തുക്കളും ഉണ്ടായതിനാലാണ് താൻ ലോറി തിരയാൻ ആവശ്യപ്പെട്ടത് എന്ന തരത്തിലുള്ള ചർച്ചകൾ വരെ ഉണ്ടായി. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ കാണുന്നതെന്നും മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കമുള്ള കുടുംബാംഗങ്ങളും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരൻ ജെൻസനും നഷ്ടമായ ശ്രുതിക്ക് വീടൊരുങ്ങുന്നു. ചാലക്കുടിയിലെ ഓൺലൈൻ കൂട്ടായ്മ ടൈംസ് ന്യൂസ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങ് സിദ്ദിഖ് MLA നിർവഹിച്ചു. കൽപ്പറ്റ പൊന്നടയിലെ 11 സെന്റ് സ്ഥലത്ത് 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിക്കുന്നത്. വാഹനാപകടത്തിൽ ഇരുകാലുകൾക്കും പരിക്കേറ്റ ശ്രുതി ആംബുലൻസിലിരുന്നാണ് തറക്കല്ലിടുന്നത് കണ്ടത്. 25 കോടി രൂപ ഒന്നാം സമ്മാനവും 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകുന്ന രണ്ടാം സമ്മാനവും 50 ലക്ഷം രൂപ മൂന്നാം സമ്മാനവും യഥാക്രമം 5 ലക്ഷവും 2 ലക്ഷവും 4ഉം 5ഉം സമ്മാനങ്ങളും 500 രൂപ അവസാന സമ്മാനവുമായി തിരുവോണം ബമ്പർ ടിക്കറ്റ് വിൽപ്പന 48 ലക്ഷത്തിലേക്ക്. നിലവിൽ അച്ചടിച്ച 60 ലക്ഷം ടിക്കറ്റുകളിൽ 47,16,938 ടിക്കറ്റുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ജില്ലാടിസ്ഥാനത്തിൽ ഇക്കുറിയും പാലക്കാട് ജില്ലയാണ് വിൽപ്പനയിൽ മുന്നിൽ നിൽക്കുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 28-ന് ഉച്ച കഴിഞ്ഞ് 2-ന് ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിമാർ, ജില്ലയിലെ MPമാർ, MLAമാർ തുടങ്ങിയവരും പങ്കെടുക്കും. ഓഗസ്റ്റ് 10-ന് നടത്താനിരുന്ന വള്ളംകളി മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ 28-ലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഓണാഘോഷത്തിനിടെ അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥികളുടെ ലൈസൻസ് MVD സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സംഭവത്തിൽ ഉൾപ്പെട്ട 8 വിദ്യാർത്ഥികളുടെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ കസ്റ്റഡിയിലെടുത്ത 8 വാഹനങ്ങൾ 1 മാസത്തിനുള്ളിൽ ജില്ലാ കോടതിയിൽ ഹാജരാക്കാനും നിർദ്ദേശം. ഗതാഗത നിയമം ലംഘിച്ചതിന് വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം കൂടുന്നതിൽ ആശങ്ക. ഈ മാസം ഇതുവരെ 148 പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടും പലരും പരിശോധനയ്ക്ക് വിധേയരാകാത്തതാണ് രോഗവ്യാപനത്തിന് ഇടയാക്കുന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ. കോർപ്പറേഷനിലെ കൊമ്മേരി, ചങ്ങരോത്ത് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും രോഗം പടരുകയാണ്. കൊടുവള്ളി, കൊയിലാണ്ടി നഗരസഭകളിലും കിഴക്കോത്ത്, പേരാമ്പ്ര, ഓമശ്ശേരി, മാവൂർ, താമരശ്ശേരി, പനങ്ങാട്, ബാലുശ്ശേരി, നരീക്കുനി, അത്തോളി, തലക്കുളത്തൂർ പഞ്ചായത്തുകളിലും നിരവധി പേരാണ് മഞ്ഞപ്പിത്തത്തിന് ചികിത്സ നേടിയിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ 56ാമത് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 മെയ് 4, 5, 6 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളന സ്വാഗത സംഘ രൂപീകരണ യോഗം മുതലക്കുളം സരോജ് ഭവനിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ES ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രവീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അനസ്തെറ്റിസ്റ്റ്
ഇല്ലാത്തതിനെ തുടർന്ന് ഇലക്ട്രോൺ കൺവസ്ലീവ് തെറാപ്പി മുടങ്ങിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്തി ആശുപത്രി സൂപ്രണ്ട് വിശദീകരണം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ECT ചികിത്സയ്ക്ക് അനസ്തെറ്റിസ്റ്റിന്റെ സേവനം നിർബന്ധമാണ്. അനസ്തേഷ്യ നൽകിയ ശേഷം തലച്ചോറിലേക്ക് നേരിയ തോതിൽ വൈദ്യുതി കടത്തിവിടുന്ന ചികിത്സയാണ് 1 മാസം മുമ്പ് പുനഃസ്ഥാപിച്ച ചികിത്സയാണ് മുടങ്ങിയത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.